1s അല്ലേ? 1sനകത്ത് 2 ഇലക്ട്രോൺസ് അല്ലേ ഓക്കുപൈ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ n സ്ക്വയർ എന്ന് പറയുന്നത് എത്രയാണ്? വിച്ച് ഓഫ് ദി ഫോളോയിങ് ഹാസ് ദ ലോവസ്റ്റ് pH? n സ്ക്വയർ, 3 സ്ക്വയർ, 9 അങ്ങനെയാണ് കിട്ടുന്നത്. മനസ്സിലായോ? ഹായ് ഓൾ, i+ ട്രെയിനിങ് സൊല്യൂഷൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം നിങ്ങളെല്ലാവരും അറിഞ്ഞിട്ടുണ്ടായിരിക്കും നമ്മുടെ PSCയിൽ ജൂനിയർ ലാബ് അസിസ്റ്റൻറ്റിൻ്റെ പുതിയ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. 733/2025 കാറ്റഗറി നമ്പറിലാണ് എക്സാം വിളിച്ചിട്ടുണ്ടായിരുന്നത്. എല്ലാവരും അപ്ലൈ ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് എക്സാമിനെ കുറിച്ചിട്ടൊരു ധാരണ ഉണ്ടാവും. നമുക്ക് 50 മാർക്കിന് MLT ആണ്. ദെൻ ബാക്കി മാർക്കിന് ഫിസിക്സ്, കെമിസ്ട്രി, ബോട്ടണി, സുവോളജി തുടങ്ങിയിട്ടുള്ള സബ്ജക്ട്സിൽ നിന്നുള്ള ചോദ്യങ്ങളാണ് നമുക്ക് എക്സാമിന് വരുന്നത്. അപ്പം നമ്മുടെ i+ ട്രെയിനിങ് സൊല്യൂഷൻ ഈ ഒരു കോഴ്സിന് വേണ്ടിയിട്ട് ഇൻറ്റൻസീവ് ആയിട്ടുള്ള ഒരു കോഴ്സ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് കംപ്ലീറ്റ് സിലബസ് കവർ ചെയ്യുന്ന രീതിയിൽ, സിലബസ് മാത്രമല്ല ആ സിലബസിൽ ഓരോ ടോപ്പിക്കും അടിസ്ഥാനമാക്കിയിട്ടുള്ള നോട്ട്സ്, MCQ ഡിസ്കഷൻസ്, ദെൻ ഓരോ മൊഡ്യൂൾസ് കംപ്ലീറ്റ് ആകുമ്പോൾ നിങ്ങൾക്ക് ടെസ്റ്റ്, അങ്ങനെ എല്ലാ കാര്യങ്ങളും ഒരുക്കിയിട്ടുള്ള രീതിയിലാണ് നമ്മൾ ഇതിൻ്റെ ഒരു കോഴ്സ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ താല്പര്യമുള്ളവർക്ക് ഇവിടെ കൊടുത്തിട്ടുള്ള കോൺടാക്ട് നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാം. നിങ്ങൾക്ക് കോഴ്സിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി കൂടി ഇപ്പോഴുണ്ട്. ഓക്കെ, അപ്പം നിങ്ങൾക്ക് എക്സാം സിലബസ് കണ്ടിട്ടുണ്ടായിരിക്കും. പക്ഷേ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സിനെ കുറിച്ചിട്ട് ഏത് രീതിയിലുള്ള ചോദ്യങ്ങളാണ് വന്നിട്ടുള്ളത് എന്നതിനെ കുറിച്ചിട്ട് നിങ്ങൾക്കൊരു ഐഡിയ ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഇന്ന് തൊട്ടിട്ട് ഒരു PYQ സീരീസ് സ്റ്റാർട്ട് ചെയ്യുകയാണ്. അതായത് പ്രീവിയസ് ഇയറിൽ നടന്നിട്ടുള്ള ലാബ് അസിസ്റ്റൻറ്റിൻ്റെ, ജൂനിയർ ലാബ് അസിസ്റ്റൻറ്റിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൻ്റെ ഒരു അനാലിസിസ് സീരീസ് നമ്മൾ ഇന്ന് തൊട്ടിട്ട് സ്റ്റാർട്ട് ചെയ്യുകയാണ്. അപ്പം ഇന്ന് നമ്മൾ 2023 നടന്നിട്ടുള്ള ജൂനിയർ ലാബ് അസിസ്റ്റൻറ്റിൻ്റെ കെമിസ്ട്രി പാർട്ടിൽ നിന്നുള്ള ക്വസ്റ്റ്യൻ ഡിസ്കഷനാണ് ഇന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പം ഞാൻ നിങ്ങൾക്ക് കെമിസ്ട്രിയുടെ പോർഷൻസ് ആയിരിക്കും എടുക്കുക. അതേപോലെ നിങ്ങൾക്ക് ഫിസിക്സ്, കെമിസ്ട്രി, ബോട്ടണി, സുവോളജി, MLT എല്ലാ സബ്ജക്ട്സിൻ്റെയും കംപ്ലീറ്റ് ആയിട്ടുള്ള കോഴ്സ് നമുക്ക് നമ്മുടെ കോഴ്സ് ത്രൂ നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. ഓക്കെ, അപ്പം എന്തായാലും നമുക്ക് 2023 നടന്നിട്ടുള്ള എക്സാമിന് കെമിസ്ട്രി ഭാഗത്ത് നിന്നും ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസിൻ്റെ ഒരു അനാലിസിസ് നമുക്ക് ഇന്ന് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, നിങ്ങൾക്ക് അപ്പം ചോദ്യങ്ങളെ കുറിച്ചിട്ടുള്ള ഒരു ധാരണ, ഏത് ലെവലിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്, ഓരോ ചോദ്യങ്ങളെയും ഏത് രീതിയിലാണ് അപ്രോച്ച് ചെയ്യേണ്ടത്, നിങ്ങളുടെ പ്രിപ്പറേഷൻ ഏത് രീതിയിൽ, ഏത് ലെവലിൽ നിന്ന് ക്യാരിഡ് ഔട്ട് ചെയ്യണം എന്നുള്ളതിനെ കുറിച്ചിട്ടൊക്കെ കൃത്യമായിട്ടുള്ള ഒരു ഐഡിയ നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ കെമിസ്ട്രി ഭാഗത്ത് നിന്നും 2023 എക്സാമിന് ഫസ്റ്റ് ചോദിച്ചിട്ടുണ്ടായിരുന്ന ക്വസ്റ്റ്യൻ ഇതായിരുന്നു. നോക്കുക, വിച്ച് ഓഫ് ദി ഫോളോയിങ് കണ്ടൈൻസ് ദ ഗ്രേറ്റസ്റ്റ് നമ്പർ ഓഫ് മോളിക്യൂൾസ്? നമ്മുടെ മോൾ കൺസെപ്റ്റുമായിട്ട് നമ്മൾ +1 പഠിക്കുന്നത്, 10ലും പഠിക്കുന്നുണ്ട്, +1 നമ്മൾ കുറച്ചും കൂടെ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കുന്നത്. അപ്പം നമ്മുടെ ആ ഒരു മോൾ കൺസെപ്റ്റുമായിട്ട് ബന്ധപ്പെട്ട് ഒരു ചോദ്യമാണ് നമ്മുടെ ഒന്നാമത്തെ ചോദ്യമായിട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നത്. നോക്കിക്കേ നിങ്ങൾ, വിച്ച് ഓഫ് ദി ഫോളോയിങ് കണ്ടൈൻസ് ദ ഗ്രേറ്റസ്റ്റ് നമ്പർ ഓഫ് മോളിക്യൂൾസ് ആണ് ചോദ്യം. ഓക്കെ, അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് 4 ഓപ്ഷൻസ് കാണാം. 1 gram O2, 1 gram H2O, 1 gram H2, 1 gram NH3. ഓക്കെ, ഇങ്ങനെ 4 ഓപ്ഷൻസ് കാണാം. ഇതിൽ എവിടെയാണ് ഏറ്റവും കൂടുതൽ നമ്പർ ഓഫ് മോളിക്യൂൾസ് അടങ്ങിയിട്ടുള്ളത് എന്നാണ് ചോദ്യം. അപ്പം നിങ്ങൾക്ക് ഇവിടെ ക്വസ്റ്റ്യൻ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും എല്ലാവരുടെയും 1 gram ആണ് പ്രസന്റ് ആയിട്ടുള്ളത്. പക്ഷെ മോളിക്യൂൾസ് വ്യത്യസ്തമാണ്. O2 ഉണ്ട്, NH3 ഉണ്ട്, H2 ഉണ്ട്, H2O ഉണ്ട്, അല്ലേ? അപ്പോൾ വ്യത്യസ്തമായിട്ടുള്ള മോളിക്യൂൾസിന്റെ 1 gram വീതമാണ് തന്നിട്ടുള്ളത്. ഏതിലാണ് ഏറ്റവും കൂടുതൽ നമ്പർ ഓഫ് മോളിക്യൂൾസ് അടങ്ങിയിട്ടുള്ളത് എന്നാണ് നമ്മുടെ ചോദ്യം. ഓക്കെ, അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു ചോദ്യത്തിനെ നമ്മൾ അപ്രോച്ച് ചെയ്യേണ്ടത്? അപ്പം നമ്മൾ ഇതുപോലെ ഒരു പർട്ടിക്കുലർ എമൗണ്ട് ഓഫ് ഒരു മോളിക്യൂൾ നമുക്ക് തന്നിട്ട് അവരുടെ നമ്പർ ഓഫ് മോളിക്യൂൾസ് കണക്കാക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഏത് ഇക്വേഷൻ ആണ് യൂസ് ചെയ്യുന്നത്? ഏത് ഇക്വേഷൻ ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്? നമ്പർ ഓഫ് മോൾസ് കണ്ടുപിടിക്കുക, അതേ ഇൻറ്റു അവഗാഡ്രോ നമ്പർ NA ചെയ്യുക. നമുക്ക് എന്ത് കിട്ടും? ടോട്ടൽ നമ്പർ ഓഫ് മോളിക്യൂൾസ് പ്രസന്റ് ഇൻ ദാറ്റ് പെർട്ടിക്കുലർ എമൗണ്ട് ഓഫ് എ കമ്പോണന്റ് അല്ലെങ്കിൽ മോളിക്യൂൾ നമുക്ക് കിട്ടും. ഓക്കെ, അപ്പം നമ്പർ ഓഫ് മോൾസ് കണ്ടുപിടിക്കുക, അതേ ഇൻറ്റു അവഗാഡ്രോ നമ്പർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്പർ ഓഫ് മോളിക്യൂൾസ് പ്രസന്റ് ഇൻ ദാറ്റ് മോളിക്യൂൾ നമുക്ക് കണ്ടുപിടിക്കാനായി, മീൻസ് നമ്പർ ഓഫ് മോളിക്യൂൾസ് പ്രസന്റ് ഇൻ ദാറ്റ് പെർട്ടിക്കുലർ സ്പീഷീസ് നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പോൾ ഇവിടെ നിങ്ങൾ നോക്കുക, നമുക്ക് തന്നിട്ടുള്ള സ്പീഷീസുകൾ ജസ്റ്റ് ഒന്ന് എടുത്ത് എഴുതാം.
1 gram O2 ഉണ്ട് നമ്മുടെ കയ്യിൽ, 1 gram H2O നമ്മുടെ കയ്യിലുണ്ട്, 1 gram H2 നമ്മുടെ കയ്യിലുണ്ട്, 1 gram NH3 നമ്മുടെ കയ്യിലുണ്ട്. ഓക്കെ, ഇത്രയും സ്പീഷീസ് ആണ് നമ്മുടെ കയ്യിലുള്ളത്. അപ്പം ഇവരുടെ ആദ്യം നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? നമുക്കറിയാം ടോട്ടൽ നമ്പർ ഓഫ് മോളിക്യൂൾസ് കണ്ടുപിടിക്കാനായിട്ട് നമ്പർ ഓഫ് മോൾസ് ഇൻറ്റു അവഗാഡ്രോ നമ്പർ ആണ് അല്ലേ. അപ്പം നമ്പർ ഓഫ് മോളിക്യൂൾസ് കണ്ടുപിടിക്കാനായിട്ടുള്ള ഇക്വേഷൻ മീൻസ് നമ്പർ ഓഫ് മോൾസ് കണ്ടുപിടിക്കാനായിട്ടുള്ള ഇക്വേഷൻ എന്താണ്? നമ്മൾ ഏത് ഇക്വേഷൻ യൂസ് ചെയ്തിട്ടാണ് നമ്പർ ഓഫ് മോൾസ് കണ്ടുപിടിക്കുക? നമ്പർ ഓഫ് മോൾസ് കണ്ടുപിടിക്കാൻ ഏത് ഇക്വേഷൻ യൂസ് ചെയ്താൽ മതി? തന്നിട്ടുള്ള മാസേ ഗിവൺ മാസേ ഡിവൈഡഡ് ബൈ മോളിക്യുലാർ മാസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്പർ ഓഫ് മോൾസ് ഓഫ് ദാറ്റ് പെർട്ടിക്കുലർ കോമ്പൗണ്ട് നമുക്ക് കിട്ടും. ഓക്കെ, തന്നിട്ടുള്ള മാസിനെ അവരുടെ മോളിക്യുലാർ മാസ് വെച്ചിട്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്പർ ഓഫ് മോൾസ് കിട്ടും. ഓക്കെ, അപ്പൊ ഇവരുടെ എല്ലാവരുടെയും കേസിൽ ഗിവൺ മാസ് എന്ത് തന്നെയാണ്? 1 gram തന്നെയാണ്, അതിൽ യാതൊരു മാറ്റവും ഇല്ല. പിന്നെ മോളിക്യുലാർ മാസ് ഓരോരുത്തരുടെ കേസിലും ഡിഫറെൻ്റ് ആണ് അല്ലേ. അപ്പോൾ അത് നമുക്ക് അതും കൂടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ഓരോരുത്തരുടെ കേസിലും നമ്പർ ഓഫ് മോൾസ് നമുക്കൊന്ന് കണ്ടുപിടിച്ച് നോക്കാം. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് നോക്കാം, നിങ്ങൾക്ക് ഇപ്പം യൂഷ്വലി അറിയാമായിരിക്കും ഒരുവിധം എലമെന്റ്സിൻ്റെയൊക്കെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള അവരുടെ അറ്റോമിക് മാസ് എത്രയാണ് എന്നുള്ളത് നമ്മൾ പഠിച്ചു വെച്ചിട്ടുണ്ടായിരിക്കും. ഇപ്പം നിങ്ങൾക്കറിയാം ഹൈഡ്രജന്റെ കേസിൽ എത്രയാണ്? 1 ആണ്. ഇപ്പം H2 എന്ന് തന്നു കഴിഞ്ഞാൽ 2, മോണോറ്റോമിക് ആയിട്ട് ഹൈഡ്രജൻ എന്ന് തന്നു കഴിഞ്ഞാൽ 1 ആണ്, H2 എന്ന് തന്നു കഴിഞ്ഞാൽ 2 ആണ്. ദെൻ നമ്മുടെ കാർബൺ ആണ് എന്നുണ്ടെങ്കിൽ 12, നൈട്രജൻ ആണ് എന്നുണ്ടെങ്കിൽ 14 gram, ഓക്സിജൻ ആണ് എന്നുണ്ടെങ്കിൽ 16 gram, സോഡിയം ആണ് എന്നുണ്ടെങ്കിൽ 23 gram, ക്ലോറിൻ ആണ് എന്നുണ്ടെങ്കിൽ 35.5 gram. അങ്ങനെ അത്യാവശ്യം എലമെന്റ്സും അവരുടെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള അറ്റോമിക് മാസ് നിങ്ങൾ പഠിച്ചു വെച്ചിട്ടുണ്ടായിരിക്കും. ഓക്കെ, ഹൈഡ്രജൻ 1 ആണ്, അതേപോലെ കാർബണിന്റെ 12 ആണ്, ഓക്സിജന്റെ 16 ആണ്, നൈട്രജന്റെ 14 ആണ്, ക്ലോറിന്റെ 35.5 ആണ്, സോഡിയം 23 ആണ്. അങ്ങനെ അത്യാവശ്യം ഇത്രയും എലമെന്റ്സിന്റെ ഒക്കെ നമ്മൾ പഠിച്ചു വെച്ചിരുന്നാൽ മതി. ഓക്കെ, അപ്പൊ അത് വെച്ചിട്ട് നമുക്ക് ഈ തന്നിട്ടുള്ള ഓരോരുത്തരുടെയും മോളിക്യുലാർ മാസ് എന്താണ് എന്നുള്ളത് ജസ്റ്റ് ഒന്ന് നോക്കാം. നോക്കിക്കേ നിങ്ങൾ, ഇവിടെ O2 1 gram O2 എന്നാണ്. അപ്പൊ നമുക്ക് നമ്പർ ഓഫ് മോൾസ് കണക്കാക്കാൻ ഏത് ഇക്വേഷൻ യൂസ് ചെയ്യാം? ഗിവൺ മാസ് ഡിവൈഡഡ് ബൈ മോളിക്യുലാർ മാസ് എന്ന് പറയുന്ന ഇക്വേഷൻ യൂസ് ചെയ്യാം. അപ്പൊ എന്ത് കിട്ടും നോക്കിക്കേ നിങ്ങൾ, ഇവിടെ ഗിവൺ മാസ് എന്ന് പറയുന്നത് 1 gram ആണ്, ഡിവൈഡഡ് ബൈ ഇവരുടെ മോളിക്യുലാർ മാസ് എന്ന് പറയുന്നത് എത്രയാണ്? O2 ആണ്. ഓക്സിജന്റെ നമ്മളിപ്പോ പറഞ്ഞായിരുന്നു, ഓക്സിജന്റെ കേസിൽ അവരുടെ മാസ് എന്ന് പറയുന്നത് എത്രയാണ്? ഓക്സിജന്റെ 16 ആണ്. O2 ആവുമ്പോ എത്ര? 16 × 2 എത്രയാ? 32 എന്ന് കിട്ടും അല്ലേ, 32 gram. അപ്പൊ നോക്കിക്കേ, നമുക്ക് നമ്പർ ഓഫ് മോൾസ് ഓഫ് 1 gram ഓഫ് O2 നമുക്ക് കിട്ടി 1 ഡിവൈഡഡ് ബൈ 32. ഗിവൺ മാസ് ഡിവൈഡഡ് ബൈ മോളിക്കുലർ മാസ്. ഗിവൺ മാസ് 1 ആണ്, മോളിക്കുലർ മാസ് 32 ആണ്. സോ 1 ഡിവൈഡഡ് ബൈ 32 നമ്പർ ഓഫ് മോൾസ് കിട്ടി. ഇനി ടോട്ടൽ നമ്പർ ഓഫ് മോളിക്യൂൾസ് കാണാൻ എന്താ ചെയ്യേണ്ടത്? നമ്പർ ഓഫ് മോൾസ് ഇൻറ്റു അവഗാഡ്രോ നമ്പർ. അപ്പൊ നമുക്ക് കിട്ടി ആദ്യത്തെ 1 gram O2ന്റെ കറസ്പോണ്ടിങ് ആയിട്ട് അവൈലബിൾ ആയിട്ടുള്ള ടോട്ടൽ നമ്പർ ഓഫ് മോളിക്യൂൾസ് എത്രയാണ്? 1/32 × Na. 1/32 ഇൻറ്റു അവഗാഡ്രോ നമ്പർ, അല്ലെങ്കിൽ 1/32 × 6.022 × 10⁻23. മനസ്സിലായോ? ഇനി അതേപോലെ ബാക്കിയുള്ളവരുടെ കേസിൽ നമുക്കൊന്ന് കണ്ടുപിടിച്ച് നോക്കാം. ഇവിടെ വാട്ടർ മോളിക്യൂൾ ആണ് തന്നിട്ടുള്ളത്. വാട്ടർ മോളിക്യൂളിന്റെ കേസിൽ അവരുടെ ടോട്ടൽ മാസ് എത്രയാ വരുന്നത്? 2 ഹൈഡ്രജൻ ഉണ്ട്. അപ്പൊ ഒരു ഹൈഡ്രജന്റെ 1 ആണ്, 2 ഹൈഡ്രജൻ ആകുമ്പോൾ 2. ഓക്സിജന്റെ എത്രയാണ്? 16. അപ്പൊ ടോട്ടൽ എത്രയാണ്? 18 gram ആണ് H2O മോളിക്കുലാർ മാസ്. അടുത്ത ഹൈഡ്രജൻ H2ന്റെ എത്രയാണ്? ഹൈഡ്രജന്റെ 1 ആണ്, H2 ആവുമ്പോൾ 2. NH3 വരുമ്പോൾ എത്രയാണ്? നൈട്രജന്റെ 14, ഹൈഡ്രജന്റെ 3. അപ്പൊ എത്ര? 15 16 17 gram ആണ്. ഓക്കെ, സോ അങ്ങനെ വരുമ്പോഴത്തേനും നമുക്കിത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഗിവൺ മാസ് 1 ആണ്, അതേ ഡിവൈഡഡ് ബൈ എല്ലാവരുടെയും മോളിക്കുലാർ മാസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് 1/18 × Na എന്ന് കിട്ടും. ഇവിടെയോ 1/2 × Na എന്ന് കിട്ടും. ഇവിടെയോ 1/17 × Na. അപ്പൊ എല്ലാവരുടെ കേസിലും ടോട്ടൽ നമ്പർ ഓഫ് മോളിക്യൂൾസ് നമുക്ക് കിട്ടി 1/32 × Na, 1/18 × Na, 1/2 × Na, 1/17 × Na. ഇനി എന്തായിരുന്നു ചോദ്യത്തിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നത്? ആരുടെ കേസിലാണ്
ഏറ്റവും കൂടുതൽ നമ്പർ ഓഫ് മോളിക്യൂൾസ് ഉള്ളത് ആരുടെ കേസിലാണ്? 1/, നമുക്ക് എന്നെ എല്ലാവരുടെ കേസിൽ കോമൺ ആയിട്ടുണ്ട്. ബാക്കി ഫ്രാക്ഷൻസ് നോക്കിക്കേ, 1/32, 1/18, 1/2, 1/17. ഇതിൽ ഏറ്റവും വലിയ വാല്യൂ ഏതാ വരുന്നത്? 1/2 അല്ലേ വരുന്നത്? അപ്പൊ ഏറ്റവും കൂടുതൽ നമ്പർ ഓഫ് മോളിക്യൂൾസ് എവിടെയാണുള്ളത്? 1/2 ആണ് അല്ലെ. അതായത് 1 gram ഓഫ് H2-നകത്താണ് ഗ്രേറ്റസ്റ്റ് നമ്പർ ഓഫ് മോളിക്യൂൾസ് അവൈലബിൾ ആയിട്ട് ഉള്ളത്. സോ ഇവിടെ കറക്റ്റ് ആൻസർ ആയിട്ട് എന്താ വരുന്നത് നോക്കിക്കേ, നമ്മുടെ ചോദ്യത്തിലേക്കൊന്ന് പോവാം. ഏതാണ് നമ്മുടെ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്? 1 gram H2-നകത്താണ് 1/2 Na ഗ്രേറ്റസ്റ്റ് നമ്പർ ഓഫ് മോളിക്യൂൾസ് ഉള്ളത്. സോ കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ സി, 1 gram H2. കേട്ടോ, വളരെ സിമ്പിൾ ആയിട്ടുള്ള ചോദ്യമാണ്. നിങ്ങൾക്ക് മോൾ കൺസെപ്റ്റിനെ കുറിച്ചിട്ട് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ അറിയാമെങ്കിൽ പോലും നിങ്ങൾക്ക് ഈസി ആയിട്ട് ആൻസർ കണ്ടുപിടിക്കാൻ പറ്റും, ഷുവർ ആയിട്ട് മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് പറ്റും. കേട്ടോ, അപ്പൊ ആകെപ്പാട് നിങ്ങൾക്ക് ഇവിടെ അറിഞ്ഞിരിക്കേണ്ട കാര്യം നമ്പർ ഓഫ് മോളിക്യൂൾസ് കണ്ടുപിടിക്കാനായിട്ടുള്ള ഇക്വേഷൻ നമ്പർ ഓഫ് മോൾസ് ഇൻറ്റു അവഗാഡ്രോ നമ്പർ ആണ്. നമ്പർ ഓഫ് മോൾസ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ഗിവൺ മാസ് ഡിവൈഡഡ് ബൈ മോളിക്കുലാർ മാസ്. ഗിവൺ മാസ് എല്ലാവരുടെ കേസിലും 1 gram എന്ന് തന്നിട്ടുണ്ട്. മോളിക്കുലാർ മാസ് കണ്ടുപിടിക്കാനായിട്ട് എല്ലാവരുടെയും അറ്റോമിക് മാസ് ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. അത് വെച്ചിട്ട് ഈ കൊടുത്തിട്ടുള്ള ഓരോ മോളിക്യൂൾസിന്റെ മോളിക്കുലാർ മാസ് കണ്ടുപിടിക്കാം. ജസ്റ്റ് അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം, നമ്പർ ഓഫ് മോൾസ് കിട്ടും. നമ്പർ ഓഫ് മോൾസ് ഇൻറ്റു അവഗാഡ്രോ നമ്പർ ചെയ്താൽ മതി, ടോട്ടൽ നമ്പർ ഓഫ് മോളിക്യൂൾസ് കിട്ടും. അപ്പൊ അതിൽ ആർക്കാണോ കൂടുതൽ അതായിരിക്കും കറക്റ്റ് ആൻസർ ആയിട്ട് വരിക. ഓക്കെ, ഇനി ലീസ്റ്റ് നമ്പർ ഓഫ് മോളിക്യൂൾസ് ആയിരുന്നു ചോദിച്ചതെങ്കിൽ നമുക്ക് ഏത് ആൻസർ ആയിട്ട് വന്നേനെ? ലീസ്റ്റ് നമ്പർ ഓഫ് മോളിക്യൂൾസ് ചോദിച്ചിരുന്നെങ്കിൽ ഡിനോമിനേറ്ററിൽ ഏറ്റവും വലിയ സംഖ്യ വരുമ്പോഴാണ് വാല്യൂ ഏറ്റവും ചെറുതായി പോകുന്നത് അല്ലേ. അത് ആർക്കായിരുന്നു വന്നത്? O2. O2ന്റെ കേസിൽ 32 ആയിരുന്നു മോളിക്കുലാർ മാസ് വന്നത്. അപ്പൊ 1/32 × Na ആണ് ഏറ്റവും ചെറിയ സംഖ്യ. ഓക്കെ, അപ്പൊ ലീസ്റ്റ് നമ്പർ ഓഫ് മോളിക്യൂൾസ് ആയിരുന്നു ക്വസ്റ്റ്യൻ എങ്കിൽ ഓപ്ഷൻ എ ആൻസർ ആയിട്ട് വന്നേനെ. മനസ്സിലായോ? ക്ലിയർ ആണേ? ഓക്കെ, അപ്പൊ ഇനി നമുക്ക് രണ്ടാമത്തെ ചോദ്യത്തിലോട്ട് പോവാം. നോക്കാം. The total number of orbitals in an energy level designated by the principal quantum number n is equal to. എന്താ ചോദ്യത്തിൽ പറഞ്ഞിട്ടുള്ളത്? Total number of orbitals in an energy level designated by the principal quantum number n is equal to. അപ്പം നമ്മൾ യൂഷ്വലി നിങ്ങൾക്ക് അറിയാം പ്രിൻസിപ്പൽ, നമുക്ക് ക്വാണ്ടം നമ്പേഴ്സിനെ 4 ആയിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് അറിയാം പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ, അസിമുത്തൽ ക്വാണ്ടം നമ്പർ, മാഗ്നറ്റിക് ക്വാണ്ടം നമ്പർ, സ്പിൻ ക്വാണ്ടം നമ്പർ. ഓക്കെ, അപ്പോൾ അതിൽ നമ്മുടെ പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പറിനെ നമ്മൾ യൂഷ്വലി സ്മോൾ ലെറ്റർ n വെച്ചിട്ടാണ് റെപ്രസെന്റ് ചെയ്യാറുള്ളത്. അപ്പം പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പറിനെ നമ്മൾ സ്മോൾ ലെറ്റർ n വെച്ചിട്ട് റെപ്രസെന്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരു പെർട്ടിക്കുലർ എനർജി ലെവലിന്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ടോട്ടൽ നമ്പർ ഓഫ് ഓർബിറ്റൽസ് കണക്കാക്കാനായിട്ടുള്ള ഇക്വേഷൻ ആണ് ചോദിച്ചിട്ടുള്ളത്. n-1 ആണോ, n² ആണോ, 2n² ആണോ, 2n ആണോ എന്നാണ് ചോദ്യം. ഓക്കെ, നമുക്ക് നോക്കാം ടോട്ടൽ നമ്പർ ഓഫ് ഓർബിറ്റൽസ് എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നതെന്നുള്ളത് നോക്കാം. അപ്പം ആദ്യം നോക്കാം, അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് കുറച്ച് കാര്യങ്ങൾ എഴുതിയിട്ടുണ്ട്, നിങ്ങളൊന്ന് വായിച്ചു നോക്കിക്കേ. For a specific principal quantum number n, the possible values of the azimuthal quantum number L ranges from 0 to n-1. The number of orbitals within a given subshell is determined by the magnetic quantum number ml, which ranges from -L to +L. So the number of orbitals in a subshell is calculated by the equation 2L + 1. And the total number of orbitals in an energy level is designated by the principal quantum number n and it is given by n². എന്താ പറഞ്ഞിട്ടുള്ളത് നോക്കിക്കേ, നിങ്ങൾക്ക് അറിയാവുന്ന കുറച്ച് കാര്യങ്ങളാണ്. നമുക്കറിയാം നമ്മുടെ 4 ക്വാണ്ടം നമ്പേഴ്സ് ഉണ്ടെന്ന് പറഞ്ഞു. പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ ഉണ്ട്, അസിമുത്തൽ ക്വാണ്ടം നമ്പർ ഉണ്ട്, മാഗ്നറ്റിക് ക്വാണ്ടം നമ്പർ ഉണ്ട്, സ്പിൻ ക്വാണ്ടം നമ്പർ ഉണ്ട്. നമ്മൾ പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പറിനെ സ്മോൾ ലെറ്റർ n വെച്ചിട്ടും അസിമുത്തൽ ക്വാണ്ടം നമ്പറിനെ സ്മോൾ ലെറ്റർ L വെച്ചിട്ടും മാഗ്നറ്റിക് ക്വാണ്ടം നമ്പറിനെ ML എന്നും സ്പിൻ ക്വാണ്ടം നമ്പറിനെ MS എന്നുമാണ് യൂഷ്വലി റെപ്രസെന്റ് ചെയ്യുന്നത്. ഓക്കെ, ഇനി പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പറിന്റെ വാല്യൂ n ആണ് എന്നുണ്ടെങ്കിൽ ഇപ്പൊ n-ന്റെ വാല്യൂ നമുക്ക് 0 ആവാം, 1 ആവാം, 2 ആവാം, എക്സെട്ര. ഓക്കെ, ഇപ്പൊ 0, 1, 2 എക്സെട്ര ആവാം n-ന്റെ വാല്യൂ, പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ n-ന്റെ വാല്യൂ. 0 ആണെന്നുണ്ടെങ്കിൽ അത് K ഷെൽ ആയിരിക്കും, 1 ആണെന്നുണ്ടെങ്കിൽ L ഷെല്ല്, 2 ആണെന്നുണ്ടെങ്കിൽ M ഷെല്ല്, അങ്ങനെ ഷെൽസിനെയാണ് അത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. ഓക്കെ, ഇനി അസിമുത്തൽ ക്വാണ്ടം നമ്പർ L-ന്റെ വാല്യൂ എന്ന് പറയുന്നത് യൂഷ്വലി
എവിടുന്ന് എവിടെ വരെയാണ് വേരി ചെയ്യുന്നതെന്ന് അറിയാമോ? 0 മുതൽ n-1 വരെയാണ് വേരി ചെയ്യുന്നത്. അതായത് നമുക്കിപ്പോൾ തരികയാണ് പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പറിന്റെ വാല്യൂ 2 ആണെന്ന്. അപ്പോൾ പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ 2 ആണെങ്കിൽ അസിമുത്തൽ ക്വാണ്ടം നമ്പേഴ്സിന്റെ പോസിബിൾ വാല്യൂസ് എന്തൊക്കെയാണ്? 0 to n-1, 0 to 2-1, അതായത് 0, 1. ഇനി പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ എന്നിന്റെ വാല്യൂ 3 ആണെങ്കിലോ 0 to n-1, അതായത് 0 to 3-1, അതായത് 0 to 2 വരെ, അതായത് 0, 1, 2 ആയിരിക്കും എല്ലിന്റെ വാല്യൂസ്. മനസ്സിലായോ? അപ്പൊ 0 മുതൽ n-1 വരെയാണ് എൽ വാല്യൂസ് വേരി ചെയ്യുന്നത്. ഓക്കെ, ഇനി എം എൽ വാല്യൂസ് എവിടുന്ന് എവിടെ വരെയാണ് വേരി ചെയ്യുന്നതെന്ന് അറിയാമോ? നമുക്ക് ഇവിടുന്ന് എൽ വാല്യൂ കിട്ടുമല്ലോ. അതിന്റെ -L മുതൽ +L വരെയുള്ള വാല്യൂസ് ആണ് എം എൽ വാല്യൂസ് ഇൻക്ലൂഡിങ് 0. അതായത് നമുക്കിപ്പോൾ എൽ വാല്യൂ 2 എന്ന് കിട്ടിയെന്ന് വെച്ചാൽ, ഇപ്പോൾ എൽ വാല്യൂ നമുക്ക് 0, 1, 2, 3 കിട്ടാം. അപ്പോൾ 0 ആണെങ്കിൽ എസ്, പി, 1 ആണെങ്കിൽ പി, 2 ആണെങ്കിൽ ഡി, 3 ആണെങ്കിൽ എഫ് സബ്ഷെല്ലിനെയാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. സോറി, ഇവിടെ 0 ഇല്ല, നമ്മുടെ പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പറിനകത്ത് 0 ഇല്ല. 1, 2, 3 എക്സെട്ര എന്നാണ്. 1 ആണ് കെ ഷെല്ല്, 2 എൽ ഷെല്ല്, 3 എം ഷെല്ല്, 4 എൻ ഷെല്ല്, അങ്ങനെ. ഇനി നമ്മുടെ എൽ വാല്യൂ ആണ് 0, 1, 2, 3 എക്സെട്ര എന്ന് പറഞ്ഞിട്ട് പോകുന്നത്. അതിൽ 0 എസ് സബ്ഷെല്ലിനെ, 1 പി സബ്ഷെല്ലിനെ, 2 ഡി സബ്ഷെല്ലിനെ, 3 എഫ് സബ്ഷെല്ലിനെയുമാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമുക്കിപ്പോൾ എൽ വാല്യൂ കിട്ടിക്കഴിഞ്ഞാൽ ആ എൽ വാല്യൂ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ മാഗ്നറ്റിക് ക്വാണ്ടം നമ്പർ എം എല്ലിന്റെ വാല്യൂ കണ്ടുപിടിക്കുന്നത്. എം എല്ലിന്റെ വാല്യൂ എവിടെ തൊട്ട് എവിടെ വരെയാണ് വേരി ചെയ്യുന്നത്? -L മുതൽ +L വരെയാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. അതായത് ഇപ്പൊ എൽ വാല്യൂ 2 ആണെന്നുണ്ടെങ്കിൽ എം എല്ലിന്റെ വാല്യൂസ് എന്തൊക്കെ വരാം? -2 മുതൽ +2 വരെ വരാം, ഇൻക്ലൂഡിങ് 0. അപ്പൊ എന്തൊക്കെ വരാം? -2, -1, 0, +1, +2. ഓക്കെ, ഇപ്പൊ എൽ വാല്യൂ 3 ആണെങ്കിലോ -3, -2, -1, 0, +1, +2, +3. അത്രയും വാല്യൂസ് എം എല്ലിന് പോസിബിൾ ആണ്. അപ്പൊ ടോട്ടൽ നമ്പർ ഓഫ് എം എൽ വാല്യൂസ് കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഇക്വേഷൻ ആണ് 2l+1. അതും നിങ്ങൾ ഓർത്ത് വെച്ചേക്കാം, നമുക്ക് ചോദിക്കാം കേട്ടോ, അതും ചോദിക്കാം. ടോട്ടൽ, അതായത് ഒരു സബ്ഷെല്ലിന്റെ കറസ്പോണ്ടിങ് ആയിട്ട് എത്ര ഓർബിറ്റൽസ് ഉണ്ട് എന്ന് ചോദിച്ചാൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഇക്വേഷൻ ആണ് 12+1. അതായത് ഇപ്പൊ നമുക്ക് ചോദിക്കുകയാണ് ഡി സബ്ഷെല്ലിന്റെ കറസ്പോണ്ടിങ് ആയിട്ട് എത്ര ഓർബിറ്റൽസ് അവൈലബിൾ ആണ്, ഡി സബ്ഷെല്ലിന്റെ കറസ്പോണ്ടിങ് ആയിട്ട് എത്ര ഓർബിറ്റൽസ് അവൈലബിൾ ആണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡിയുടെ എൽ വാല്യൂ എത്രയാണെന്ന് ആദ്യം നോക്കുക. എസ് 0, പി 1, ഡി 2 ആണ് അല്ലേ? അപ്പൊ ഡിയുടെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള എൽ വാല്യൂ 2 ആണ്. അപ്പൊ നമ്മൾ 12+1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടും? 2 × 2 + 1 which is equal to 5. അപ്പൊ ഡിക്ക് 5 ഓർബിറ്റൽസ് ഉണ്ടെന്ന് മനസ്സിലായി. അതുകൊണ്ടാണ് നമ്മൾ ഡി ഓർബിറ്റലിനെ ഇതുപോലെ 5 ഓർബിറ്റൽസ് ആക്കി റെപ്രസെന്റ് ചെയ്യുന്നത്. മനസ്സിലായോ? അപ്പൊ ഓരോ സബ്ഷെല്ലിലും എത്ര ഓർബിറ്റൽസ് ഉണ്ട്, ഓരോ സബ്ഷെല്ലിനും എത്ര ഓർബിറ്റൽസ് ഉണ്ട് എന്ന് കണക്കാക്കാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഇക്വേഷൻ ആണ് ഏത്? 2l+1 എന്ന് പറയുന്ന ഇക്വേഷൻ. ഓക്കെ, അപ്പം എൽ വാല്യൂ കിട്ടിക്കഴിഞ്ഞാൽ അത് യൂസ് ചെയ്തിട്ട് ആ ഓരോ സബ്ഷെല്ലിലുമുള്ള ടോട്ടൽ നമ്പർ ഓഫ് ഓർബിറ്റൽസ് കണക്കാക്കാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഇക്വേഷൻ ആണ് 12+1. ദെൻ സ്പിൻ ക്വാണ്ടം നമ്പറിനെ കുറിച്ച് നിങ്ങൾക്ക് അറിയാം. ഒരു സ്പിന്നിൽ മീൻസ് ഒരു ഓർബിറ്റലിൽ 2 സ്പിന്നേ വരുള്ളൂ. ഒന്ന് അപ്പ് സ്പിന്നും ഒന്ന് ഡൗൺ സ്പിൻ. അപ്പ് സ്പിൻ ആണെങ്കിൽ അവരുടെ സ്പിൻ വാല്യൂ +1, ഡൗൺ സ്പിൻ ആണെന്നുണ്ടെങ്കിൽ അവരുടെ സ്പിൻ വാല്യൂ -1. അത് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ ഇവിടെ ഓർത്തിരിക്കേണ്ട കാര്യങ്ങൾ മെയിൻ ആയിട്ട് ഇതാണ്. പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പറിനെ n വെച്ചിട്ട് റെപ്രസെന്റ് ചെയ്യുന്നു. അവരുടെ വാല്യൂ 1, 2, 3, 4 എന്ന് പോവും. അത് 1, 2, 3, 4 KLMN ഷെല്ലുകളെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. അസിമുത്തൽ ക്വാണ്ടം നമ്പറിലോട്ട് വരുമ്പോഴത്തേന് അവരുടെ വാല്യൂസ് 0 മുതൽ n-1 വരെയാണ് വേരി ചെയ്യുന്നത്. എന്നിന്റെ വാല്യൂ 2 ആണെങ്കിൽ 0, 1, എന്നിന്റെ വാല്യൂ 3 ആണെങ്കിൽ 0, 1, 2, അങ്ങനെയാണ് എൽ വാല്യൂസ് വരുന്നത്. ഓക്കെ, ഇനി 0 എന്ന് പറയുന്നത് എസ് സബ്ഷെല്ലിനെ, 1 എന്ന് പറയുന്നത് പി സബ്ഷെല്ലിനെ, 2 എന്ന് പറയുന്നത് ഡി സബ്ഷെല്ലിനെ, 3 എന്ന് പറയുന്നത് എഫ് സബ്ഷെല്ലിനെയുമാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. ഓക്കെ, ദെൻ മാഗ്നറ്റിക് ക്വാണ്ടം നമ്പറിലേക്ക് വരുമ്പോഴത്തേന് എം എൽ എന്നാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. എം എൽ വാല്യൂസ് എവിടെ തൊട്ട് എവിടെ വരെയാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്? -L മുതൽ +L വരെയാണ് വേരി ചെയ്യുന്നത്. അപ്പോൾ എൽ വാല്യൂ 2 ആണെങ്കിൽ -2, -1, 0, +1, +2 വാല്യൂസ് പോസിബിൾ ആണ്. എൽ വാല്യൂ 3 ആണെങ്കിൽ -3, -2, -1, 0, +1, +2, +3 വാല്യൂസ് പോസിബിൾ ആണ്. അപ്പോൾ ടോട്ടൽ നമ്പർ ഓഫ് എം എൽ വാല്യൂസ് അല്ലെന്നുണ്ടെങ്കിൽ ടോട്ടൽ നമ്പർ ഓഫ് ഓർബിറ്റൽസ് ഫോർ എ പർട്ടിക്കുലർ സബ്ഷെല്ല് കണ്ടുപിടിക്കാൻ നമ്മൾ യൂസ് ചെയ്യുന്ന ഇക്വേഷൻ ആണ് 12+1. ഓർത്ത് വെച്ചേക്ക്, ഒരു സബ്ഷെല്ലിൽ എത്ര ഓർബിറ്റൽസ് ഉണ്ട് എന്ന് കണക്കാക്കാൻ യൂസ് ചെയ്യുന്ന ഇക്വേഷൻ ആണ് 2l+1. അതും ചോദിക്കാൻ സാധ്യതയുള്ളതാണ്, ഓർത്തിരിക്കുക. ഓക്കെ, അപ്പൊ ഇവിടെ നോക്കിക്കേ, നമ്മളോട് ഈ ഒരു ചോദ്യത്തിനകത്ത് എന്തായിരുന്നു കണ്ടുപിടിക്കാനായിട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നത്? നമുക്ക് ഒരു
ടോട്ടൽ നമ്പർ ഓഫ് ഓർബിറ്റൽസ് ഇൻ ആൻ എനർജി ലെവൽ, ഒരു പർട്ടിക്കുലർ എനർജി ലെവലിലെ ഓർബിറ്റൽസ് കണ്ടുപിടിക്കാനാണ്. ഒരു സബ്ഷെല്ലിലെ ഓർബിറ്റൽ ആണോ ചോദിച്ചിട്ടുള്ളത്? അല്ല. സബ്ഷെല്ലിലെ ഓർബിറ്റൽ ആയിരുന്നുണ്ടെങ്കിൽ നമുക്ക് 12+1 യൂസ് ചെയ്യാമായിരുന്നു. പക്ഷെ ഇവിടെ ഒരു എനർജി ലെവലിന്റെ കറസ്പോണ്ടിങ് ആയിട്ട് അവൈലബിൾ ആയിട്ടുള്ള ടോട്ടൽ നമ്പർ ഓഫ് ഓർബിറ്റൽസ് ആ ചോദിച്ചത്. അതായത് ഇപ്പൊ എന്നിന്റെ വാല്യൂ 1 വന്നു കഴിഞ്ഞാൽ അവിടെ മൊത്തത്തിൽ എത്ര ഓർബിറ്റൽസ് ഉണ്ട്? എന്നിന്റെ വാല്യൂ 2 വന്നു കഴിഞ്ഞാൽ അവിടെ മൊത്തത്തിൽ എത്ര ഓർബിറ്റൽസ് പോസിബിൾ ആണ്? എന്നിന്റെ വാല്യൂ 3 വന്നു കഴിഞ്ഞാൽ അവിടെ എത്ര ഓർബിറ്റൽസ് പോസിബിൾ ആണ്? എന്നിന്റെ വാല്യൂ 4 വന്നു കഴിഞ്ഞാൽ അവിടെ എത്ര ഓർബിറ്റൽസ് പോസിബിൾ ആണ്? അങ്ങനെ ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഇക്വേഷൻ ആണ് n സ്ക്വയർ. n സ്ക്വയർ ഓർബിറ്റൽസ് പോസിബിൾ ആണ്. മനസ്സിലായോ? n സ്ക്വയർ ഓർബിറ്റൽസ് പോസിബിൾ ആണ്. അപ്പോൾ ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. അതായത് ഇപ്പൊ എന്നിന്റെ വാല്യൂ 1 വരുന്നു. ഓക്കെ, എന്നിന്റെ വാല്യൂ 1 വരുന്ന സമയത്ത് അവിടെ എത്ര ഓർബിറ്റൽസ് മാത്രമേ എന്നിന്റെ വാല്യൂ 1 വരുന്ന ആകെ ഒരു കേസേ നമുക്ക് അറിയത്തുള്ളൂ, 1s അല്ലെ. 1sനകത്ത് 2 ഇലക്ട്രോൺസ് അല്ലേ ഒക്കുപൈ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ n സ്ക്വയർ എന്ന് പറയുന്നത് എത്രയാണ്? 1 സ്ക്വയർ. അപ്പൊ എസിനകത്ത് ഒരേ ഒരു ഓർബിറ്റൽ മാത്രമേ പോസിബിൾ ആവും. ഇപ്പൊ എന്നിന്റെ വാല്യൂ 2 വരുന്ന കേസിൽ നമുക്ക് എന്തൊക്കെ വരയ്ക്കാൻ പറ്റും? 2s ഉണ്ട്, 2p ഉണ്ട് അല്ലെ. അപ്പൊ s ഇങ്ങനെ വരയ്ക്കും, p ഇങ്ങനെ വരയ്ക്കും. അപ്പൊ മൊത്തത്തിൽ എത്ര ഓർബിറ്റൽ ഉണ്ട്? ഒരു s, ഒരു p, 3 p. അപ്പൊ മൊത്തത്തിൽ 4 ഓർബിറ്റൽസ് കിട്ടും അല്ലെ. എങ്ങനെയാ 4 ഓർബിറ്റൽസ് കിട്ടിയത്? n സ്ക്വയർ, അതായത് 2 സ്ക്വയർ 4 എന്ന് കിട്ടി. അങ്ങനെയാണ് നമുക്ക് ഇവിടെ 4 ഓർബിറ്റൽസ് വരയ്ക്കാൻ പറ്റുക. ഇനി എന്നിന്റെ വാല്യൂ 3 വരുന്ന കേസ് നോക്കിക്കേ നിങ്ങൾ. എന്നിന്റെ വാല്യൂ 3 വരുമ്പോൾ നമുക്ക് 3s ഉണ്ട്, 3p ഉണ്ട്, 3d ഉണ്ട് അല്ലെ. അപ്പൊ എസിന്റെ ഒരെണ്ണം ഉണ്ട്, പിയുടെ 3 എണ്ണം ഉണ്ട്, ഡിക്ക് 5 എണ്ണവും ഉണ്ട് അല്ലെ. അപ്പൊ നിങ്ങളൊന്ന് നോക്കിക്കേ, ഇവിടെ n സ്ക്വയർ എന്ന് പറയുന്നത് 3 സ്ക്വയർ എത്രയാ? 9. ഇവിടെ 9 ഓർബിറ്റൽസ് ഉണ്ടോ നോക്കിക്കേ. 1 2 3 4 5 6 7 8 9. മനസ്സിലായോ? അപ്പം എന്നിന്റെ വാല്യൂ 1 വരുമ്പോൾ ഒരു s മാത്രമേ ഉള്ളൂ, അതായത് ഒരു ഓർബിറ്റലേ ഉള്ളൂ. അതാണ് നമുക്ക് n സ്ക്വയർ ഈക്വൽ ടു 1 സ്ക്വയർ ഈക്വൽ ടു 1 എന്ന് കിട്ടിയത്. n ഈക്വൽ ടു 2 വരുമ്പോൾ 2s ഉണ്ട്, 2p ഉണ്ട്. എസിന് ഒരു ഓർബിറ്റൽ ഉണ്ട്, പിക്ക് 3 ഓർബിറ്റൽ ഉണ്ട്, മൊത്തത്തിൽ 4 ഓർബിറ്റൽ. അതാണ് നമുക്ക് n സ്ക്വയർ 2 സ്ക്വയർ ഈക്വൽ ടു 4 എന്ന് പറഞ്ഞിട്ട് കിട്ടിയിട്ടുള്ളത്. ഇനി എന്നിന്റെ വാല്യൂ 3 വരുമ്പോഴത്തേന് 3s ഉണ്ട്, 3p ഉണ്ട്, 3d ഓർബിറ്റൽസ് ഉണ്ട്. എസിന് ഒരെണ്ണം, പിക്ക് 3 എണ്ണം, ഡിക്ക് 5 എണ്ണം, മൊത്തത്തിൽ 9 എണ്ണം. അതെങ്ങനെയാണ് കിട്ടുന്നത്? n സ്ക്വയർ 3 സ്ക്വയർ 9 അങ്ങനെയാണ് കിട്ടുന്നത്. മനസ്സിലായോ? അപ്പൊ നിങ്ങൾ 2 ഇക്വേഷൻസ് ആണ് ഇവിടുന്ന് പ്രധാനമായിട്ടും ഓർത്തിരിക്കേണ്ടത്. നമ്മൾ ഒരു സബ്ഷെല്ലില് അവൈലബിൾ ആയിട്ടുള്ള ഓർബിറ്റൽസിനെ കണക്കാക്കാൻ ചോദിച്ചു കഴിഞ്ഞാൽ 12+1 ഒരു സബ്ഷെല്ലിൽ അവൈലബിൾ ആയിട്ടുള്ള ഇലക്ട്രോൺസിന് മീൻസ് ഓർബിറ്റൽസിനെ കണ്ടുപിടിക്കാനായിട്ട് ചോദിക്കുകയാണെങ്കിൽ 12+1 യൂസ് ചെയ്യും. ദെൻ ഒരു എനർജി ലെവലിന്റെ കറസ്പോണ്ടിങ് ആയിട്ട് പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ തന്നിട്ട് ഒരു എനർജി ലെവലിന്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഓർബിറ്റൽസ് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഇക്വേഷൻ n സ്ക്വയർ ആണ്. ഇനി വേറൊരു തരത്തിലൂടെ ക്വസ്റ്റ്യൻ ചോദിക്കാം. ടോട്ടൽ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഓക്കുപ്പൈഡ് ഇൻ ദ ഓർബിറ്റൽസ് ഓഫ് എ പർട്ടിക്കുലർ എനർജി ലെവൽ എന്നാണ് ചോദിക്കുന്നുണ്ടെങ്കിൽ ഇവിടെ ടോട്ടൽ നമ്പർ ഓഫ് ഓർബിറ്റൽസിന് പകരം ടോട്ടൽ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഇൻ ദി ഓർബിറ്റൽസ് ഓഫ് ആൻ എനർജി ലെവൽ ഡെസിഗ്നേറ്റഡ് ബൈ പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ ആണെന്നുണ്ടെങ്കിൽ ഇക്വേഷൻ എങ്ങനെയാ വരിക? 2 × n സ്ക്വയർ എന്ന് വരും. മനസ്സിലായോ? ഓപ്ഷൻസിൽ 2n സ്ക്വയർ ഉണ്ട്. അത് ഇലക്ട്രോൺസിന്റെ എണ്ണം, ഓർബിറ്റൽസിന്റെ എണ്ണം അല്ല. ഒരു ഓർബിറ്റൽസിൽ ഒരു എനർജി ലെവലിന്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഓർബിറ്റൽസിലുള്ള ഇലക്ട്രോണുകളുടെ എണ്ണം ചോദിച്ചു കഴിഞ്ഞാൽ അത് കണ്ടുപിടിക്കാനായിട്ടുള്ള ഇക്വേഷൻ ആണ് 2n സ്ക്വയർ. അപ്പോൾ ഈ 3 ഇക്വേഷൻസ് നിങ്ങൾ പ്രിൻസിപ്പൽ ക്വാണ്ടം മീൻസ് നമ്മുടെ ക്വാണ്ടം നമ്പറിന്റെ കൺസെപ്റ്റുമായിട്ട് ബന്ധപ്പെട്ട് ഓർത്ത് വെച്ചേക്കുക. 12+1 ഉണ്ട്, n സ്ക്വയർ ഉണ്ട്, 2n സ്ക്വയർ ഉണ്ട്. 12+1 എന്ന് പറഞ്ഞാൽ ഒരു സബ്ഷെല്ലിനകത്ത് അവൈലബിൾ ആയിട്ടുള്ള ഓർബിറ്റൽസിന്റെ എണ്ണം കണ്ടുപിടിക്കാനാണ്. ഒരു എനർജി ലെവലിന്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള അല്ലെങ്കിൽ പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പറിന്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഓർബിറ്റൽസിന്റെ എണ്ണം കണ്ടുപിടിക്കാനായിട്ട് n സ്ക്വയർ. ഇനി പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പറിന്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഓർബിറ്റൽസിലുള്ള ഇലക്ട്രോൺസിന്റെ എണ്ണം കണ്ടുപിടിക്കാനായിട്ടുള്ള ഇക്വേഷൻ 2n സ്ക്വയർ. ഈ 3 കാര്യങ്ങളും സെപ്പറേറ്റ് ആയിട്ട് നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ചേക്കാം. പല പരീക്ഷയ്ക്കും റിപ്പീറ്റ് ചെയ്ത് ഈ 3 ഇക്വേഷൻസ് മാറി മാറി ചോദിക്കാറുണ്ട് കേട്ടോ. അപ്പൊ കൃത്യമായിട്ട് ഏത് ഇക്വേഷൻ ഏത് കണ്ടെത്താനാണ് യൂസ് ചെയ്യുന്നത് എന്നുള്ളത് മനസ്സിലാക്കി വച്ചിരിക്കുക. ഓക്കെ, ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. സോ ഇവിടെ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത് ഏതാണ്? n സ്ക്വയർ. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. അടുത്ത ചോദ്യം നോക്കാം. വിച്ച് ഓഫ് ദി ഫോളോയിങ് ഹാസ് ദ ലോവസ്റ്റ് pH? അപ്പൊ ഇതില് ഏറ്റവും കുറവ് pH ഉള്ളത് ആർക്കാണ് എന്നാണ് ചോദ്യം. 1 മോളാർ HCl ആണോ, 0.1 മോളാർ HCl ആണോ, 0.01 മോളാർ HCl ആണോ, 0.001 മോളാർ HCl ആണോ? ഇതിൽ ആർക്കാണ് ഏറ്റവും കുറഞ്ഞ pH ഉള്ളത് എന്നാണ് ചോദ്യം. ഓക്കെ, അപ്പം pH കണ്ടുപിടിക്കാനായിട്ടുള്ള ഇക്വേഷൻ നിങ്ങൾക്കറിയാം. എന്താണ് pH കണ്ടുപിടിക്കാനായിട്ടുള്ള ഇക്വേഷൻ?
പി എച്ച് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ മൈനസ് ലോഗ് കോൺസെൻട്രേഷൻ ഓഫ് എച്ച് പ്ലസ് ആണ്. ഓക്കെ, മൈനസ് ലോഗ് കോൺസെൻട്രേഷൻ ഓഫ് എച്ച് പ്ലസ് ആണ് പി എച്ച് കണ്ടുപിടിക്കാനായിട്ടുള്ള ഇക്വേഷൻ. അപ്പൊ ഇവിടെ നോക്കിക്കേ, ഇവിടെ എച്ച് പ്ലസിന്റെ കോൺസെൻട്രേഷൻ എത്രയാണ്? ആദ്യത്തെ കേസിൽ 0.1 മോളാർ ആണ് അല്ലേ? അപ്പൊ എച്ച് പ്ലസിന്റെ കോൺസെൻട്രേഷൻ 1 മോളാർ. 1 മോളാർ HCl എന്നാണ് കൊടുത്തിട്ടുള്ളത്. അതായത് എച്ച് പ്ലസിന്റെ കോൺസെൻട്രേഷൻ 1 മോളാർ ആണ്. രണ്ടാമത്തേൽ 0.1 മോളാർ HCl എന്നാണ്. അപ്പൊ ഇവിടുത്തെ കേസിൽ എച്ച് പ്ലസിന്റെ കോൺസെൻട്രേഷൻ എന്താണ്? 0.1 മോളാർ അല്ലെങ്കിൽ 10⁻⁻1 മോളാർ എന്ന് പറയും. ഓക്കെ, ഇനി അടുത്ത കേസിൽ 0.01 മോളാർ HCl ആണ്. അതിനെ നമുക്ക് അതിൽ നിന്ന് എച്ച് പ്ലസിന്റെ കോൺസെൻട്രേഷൻ നമുക്ക് എങ്ങനെ എഴുതാം? 0.01 മോളാർ, ദാറ്റ് ഈസ് 10⁻²മോളാർ. ഓക്കെ, അടുത്തത് 0.001 മോളാർ HCl. അപ്പൊ അവിടെ എച്ച് പ്ലസിന്റെ കോൺസെൻട്രേഷൻ എന്താണ്? 0.001 മോളാർ, ദാറ്റ് ഈസ് 10⁻³ മോളാർ. മനസ്സിലായോ? അപ്പൊ 4 പേരുടെ കേസിലും എച്ച് പ്ലസിന്റെ കോൺസെൻട്രേഷൻ നമ്മൾ കണ്ടുപിടിച്ചു. ആദ്യത്തെ കേസിൽ 1 മോളാർ, രണ്ടാമത്തെ കേസിൽ 10⁻⁻1 മോളാർ, അടുത്ത കേസിൽ 10⁻²മോളാർ, അടുത്ത കേസിൽ 10⁻³ മോളാർ. അപ്പൊ എല്ലാവരുടെ കേസിലും നമ്മൾ എച്ച് പ്ലസിന്റെ കോൺസെൻട്രേഷൻ കണ്ടുപിടിച്ചു. ഓക്കെ, ഇനി നമുക്ക് നമ്മുടെ ഇക്വേഷനകത്തോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. മൈനസ് ലോഗ് കോൺസെൻട്രേഷൻ ഓഫ് എച്ച് പ്ലസ് എന്ത് വരും? മൈനസ് ലോഗ് കോൺസെൻട്രേഷൻ ഓഫ് എച്ച് പ്ലസിന് വരെ എന്ത് കൊടുക്കും? മൈനസ് ലോഗ് 1 അല്ലേ? ഇനി ഇവിടെയോ മൈനസ് ലോഗ് 10⁻⁻1, ഇവിടെയോ മൈനസ് ലോഗ് 10⁻⁻2, അടുത്ത കേസിലോ മൈനസ് ലോഗ് 10⁻⁻3. ഓക്കെ, ലോഗ് 1ന്റെ വാല്യൂ എന്താണ്? ലോഗ് 1ന്റെ വാല്യൂ 0 ആണ്. മൈനസ് ലോഗ് 10⁻⁻1നെ നമുക്ക് എങ്ങനെ എഴുതാം? നിങ്ങൾ നോക്കിക്കേ, ലോഗ് a⁻b നമുക്ക് സിംപ്ലിഫൈ ചെയ്ത് എങ്ങനെ എഴുതാം? b ഇൻറ്റു ലോഗ് a എന്ന് എഴുതാം. ഓക്കെ, ലോഗ് a⁻b നമുക്ക് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ b ഇൻറ്റു ലോഗ് a എന്ന് എഴുതാം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ മൈനസ് ലോഗ് 10⁻⁻1നെ നമുക്ക് എങ്ങനെ എഴുതാം? സിംപ്ലിഫൈ ചെയ്ത് മൈനസ് 10⁻⁻1ന്റെ ഇവിടെ നമ്മൾ ബിനെ ഇങ്ങനെ കോമൺ ആയിട്ട് കൊണ്ടുവന്നില്ലേ? അതേപോലെ ഇവിടുത്തെ -1നെ നമുക്ക് കോമൺ ആയിട്ട് കൊണ്ടുവന്നാൽ മൈനസ് ഇൻറ്റു -1 ലോഗ് 10, മൈനസ് ഇൻറ്റു മൈനസ് എന്താണ്? പ്ലസ്, പ്ലസ് ലോഗ് 10. ലോഗ് 10ന്റെ വാല്യൂ എന്താണ്? 1 എന്ന് കിട്ടി. ഓക്കെ, അടുത്ത ഇവിടെ മൈനസ് ലോഗ് 10⁻⁻3, മൈനസ് അതുപോലെ ഇട്ടു. 10⁻⁻2ന്റെ -2നെ ഇങ്ങനെ വെളിയിൽ കൊണ്ടുവന്നു, ലോഗ് 10, മൈനസ് ഇൻറ്റു മൈനസ് പ്ലസ്. അപ്പൊ 2 ലോഗ് 10, ലോഗ് 10ന്റെ വാല്യൂ 1 ആണ്. 2 ഇൻറ്റു 1 2 എന്ന് കിട്ടി. ഓക്കെ, അടുത്ത മൈനസ് ലോഗ് 10⁻⁻3, ആ മൈനസിനെ അതുപോലെ ഇട്ടു. 10⁻⁻3യുടെ -3നെ ഇങ്ങനെ വെളിയിലോട്ട് കൊണ്ടുവന്നു. അപ്പൊ -3 ഇൻറ്റു ലോഗ് 10, മൈനസ് ഇൻറ്റു മൈനസ് പ്ലസ്, സോ 3 ഇൻറ്റു ലോഗ് 10, 3 ഇൻറ്റു ലോഗ് 10ന്റെ വാല്യൂ 1 ആണ്. സോ 3 ഇൻറ്റു 1 3. അപ്പോൾ ഓരോരുത്തരുടെ കേസിൽ നമ്മൾ കണ്ടുപിടിച്ച പി എച്ചിന്റെ വാല്യൂ നോക്കിക്കേ, 0 1 2 3. എന്തായിരുന്നു ചോദ്യം? ആർക്കാണ് ലോവസ്റ്റ് പി എച്ച്? ആർക്കാണ് നമുക്ക് ലോവസ്റ്റ് പി എച്ച് വാല്യൂ കിട്ടിയിട്ടുള്ളത്? 0 ആണ് നമുക്ക് കിട്ടിയിട്ടുള്ള ലോവസ്റ്റ് വാല്യൂ അല്ലേ? അപ്പൊ 0 ആർക്കാണ് വന്നിട്ടുള്ളത്? 1 മോളാർ HClന്റെ കറസ്പോണ്ടിങ് ആയിട്ടാണ് നമുക്ക് ആ ലോവസ്റ്റ് വാല്യൂ ആയിട്ടുള്ള 0 കിട്ടിയിട്ടുള്ളത്. ഓക്കെ, അപ്പൊ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത് ഏതാണ്? ആർക്കാണ് ലോവസ്റ്റ് പി എച്ച് കിട്ടുന്നത്? ഓപ്ഷൻ എയ്ക്കാണ് ലോവസ്റ്റ് പി എച്ച് വാല്യൂ കിട്ടുന്നത് കേട്ടോ. അപ്പൊ ഇവിടെ നിങ്ങൾ ഓർത്തിരിക്കേണ്ട ഒരേ ഒരു കാര്യം, ഒന്ന് പി എച്ച് കണ്ടുപിടിക്കാനായിട്ടുള്ള ഇക്വേഷൻ എന്താണ്? മൈനസ് ലോഗ് കോൺസെൻട്രേഷൻ ഓഫ് എച്ച് പ്ലസ്. ദെൻ എച്ച് പ്ലസ് എന്ന് പറയുന്നത്, എച്ച് പ്ലസിന്റെ കോൺസെൻട്രേഷൻ എന്താണ്? ഇവിടെ തന്നിട്ടുള്ള കോൺസെൻട്രേഷൻ ആണ് എച്ച് പ്ലസിന്റെ കോൺസെൻട്രേഷൻ. പിന്നെ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം ഇതേ ഉള്ളൂ, ലോഗ് ലോഗ് 10⁻x എന്ന് പറയുന്നതിനെ x ഇൻറ്റു ലോഗ് 10 എന്ന് എഴുതാം. അതായത് ലോഗ് x 10⁻²നെ നമുക്ക് 2 ഇൻറ്റു ലോഗ് 10 എന്ന് എഴുതാം. ലോഗ് 10⁻5നെ നമുക്ക് 5 ഇൻറ്റു ലോഗ് 10 എന്ന് എഴുതാം. ലോഗ് 10⁻⁻3നെ നമുക്ക് -3 ഇൻറ്റു ലോഗ് 10 എന്ന് എഴുതാം. ആ സിംപ്ലിഫൈ ചെയ്ത് എഴുതുന്ന രീതിയും കൂടെ ഓർത്തിരുന്നാൽ മതി. സിമ്പിളായിട്ട് നമുക്ക് ആൻസർ കിട്ടും. ഓക്കെ, അപ്പം ഈ രീതിയിൽ പി എച്ചുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള പ്രോബ്ലംസും നമുക്ക് ചോദിക്കാറുണ്ട്. ജസ്റ്റ് ഇക്വേഷൻ അറിഞ്ഞിരിക്കുക, സിമ്പിൾ സബ്സ്റ്റിറ്റ്യൂഷൻ അറിഞ്ഞിരിക്കുക, ഈസി ആയിട്ട് ആൻസേഴ്സ് കിട്ടും. അപ്പോൾ ബാക്കി ചോദ്യങ്ങളുണ്ട്, അത് നമുക്ക് വരുന്ന ക്ലാസ്സുകളിലായിട്ട് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.